CPM നിലപാട് സംഘടനാപരമായി തന്നെ പറയേണ്ടത് ജനറൽ സെക്രട്ടറിയെക്കാളും മേളിലാണ് ഈ പറഞ്ഞ പേരുകൾ വോട്ട് വേണ്ടെന്ന് പറയാനുള്ള ആർജവം CM ഇല്ലാതെ എന്താണ്? ജനറൽ സെക്രട്ടറി ഇത് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? വോട്ട് വേണ്ടെന്ന് പറഞ്ഞോ? വോട്ട് വേണ്ടെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ആരാ പറഞ്ഞു? ധാരണയില്ലെന്നേ പറഞ്ഞോളൂ. ധാരണയില്ലെന്നേ പറഞ്ഞു. ശക്തമായ നിലപാട് ധാരണയില്ലെന്ന് പറഞ്ഞു. വോട്ട് വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ധാരണയില്ലെന്ന് പറഞ്ഞു. ഈ രാഷ്ട്രീയ ധാരണ ഇല്ല. SDP-യുമായി CPIM യാതൊരു നീക്കുപോക്കും ഉണ്ടാക്കിയിട്ടില്ല, ധാരണയും ഉണ്ടാക്കിയിട്ടില്ല. SDP-I ഇപ്പോൾ നടത്തുന്ന പ്രവർത്തന ശൈലി ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുഗുണമല്ല എന്ന അഭിപ്രായമാണ് CPIM-ന്റെ നിരീക്ഷണം. ഇത്തരത്തിലുള്ള പാർട്ടികളെല്ലാം അവരുടെ നിലപാടുകൾ തിരുത്തണം. ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തന ശൈലി അവർ സ്വീകരിക്കണം. അവർക്ക് തന്നെ നല്ലതല്ല മറ്റു തരത്തിലുള്ള രീതികൾ പിന്തുടരുന്നത്. ഒരൊറ്റ വർഷം മുമ്പ് ഒരു ചെറിയ കാര്യം, ഒറ്റ വർഷം മുമ്പ് ഈ കോൺഗ്രസ് SDP-യുടെ വോട്ട് വേണമെന്ന ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിച്ച പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിച്ചു. സതീശൻ പറഞ്ഞു ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ പാർട്ടി പാലക്കാട് പ്രഖ്യാപിച്ചു ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള ആർജവം CM-ന് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പറയുന്നു, അഭിമന്യു രക്തസാക്ഷിയെ വഞ്ചിക്കലാണ്. ആയിക്കോട്ടെ ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു. ആ പിന്തുണ വേണ്ടെന്ന് കോൺഗ്രസ് പറഞ്ഞു. കോൺഗ്രസ് പറഞ്ഞു ആ ആർജവം CPM ഉണ്ടോ? ആ പിന്തുണ വേണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസ്. അപ്പോ ഇവിടെ ഒരു SDP-യുടെ പിന്തുണ വേണ്ട എന്നതിന് ആധികാരികമായി പറയുന്നത് CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ വാക്കുകളാണ്. എന്തുകൊണ്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു ഉറച്ച നിലപാടുള്ളപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയവരുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഒന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മറുപടിയില്ല. ഒന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ക്യാപ്റ്റൻ പിണറായി വിജയൻ, അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല.